കൊച്ചിയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോകണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്ന സ്ഥലമാണ് മാമലക്കണ്ടം. മസിനഗുഡി വഴി ഊട്ടിയൊക്കെ പ്രശസ്തമാകുന്നതിന് മുമ്പേ റീലുകളിലൊക്കെ തരംഗമായിരുന്നു മാമലക്കണ്ടം. അങ്ങനെ കൊച്ചിയിൽ നിന്നും മാമലക്കണ്ടം വഴി ആനച്ചാൽ പോയ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിറവം മൂവാറ്റുപുഴ വഴിയാണ് ഞങ്ങളുടെ യാത്ര. പോകുന്ന വഴിയിൽ പാഴൂർ പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ കാണിക്കയിടണമെന്ന് കൂട്ടത്തിലൊരാൾ. അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും. ദൈവത്തിനുള്ളത് ദൈവത്തിനും വണ്ടിക്കുള്ളത് വണ്ടിക്കും നൽകി വീണ്ടും യാത്രയായി. പോകുന്ന വഴിയിൽ ഒരു വിമാനത്തെ പുഴക്കരയിൽ കുത്തി നിർത്തുന്നത് കാണാനായി. ഇതെന്താ സംഭവമെന്ന് നോക്കി റോഡിന് മറുവശത്തേക്ക് നോക്കിയപ്പോൾ ഒരമ്മാവൻ നല്ല ഭംഗിയുള്ള ഒരു പട്ടിയുമായി നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ വഴിയോരത്തെ ഒരു കാഴ്ചയും ഞങ്ങൾ 5 പേരും മിസ്സാക്കിയില്ല. കോതമംഗലത്തെത്തിയപ്പോൾ തന്നെ മണി 9 കഴിഞ്ഞു. വിശപ്പിന്റെ വിളി എല്ലാവർക്കും വന്നതിനാൽ ആദ്യം കണ്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ കയറി. നല്ല ചൂട് കാപ്പിയും മസാല ദോശയും കഴിച്ചു ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. കുറേ ദൂരം യാത്ര തുടങ്ങിയപ്പോൾ മാമലക്കണ്ടം ഈ വഴിയാണെന്ന മട്ടിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞൻ മലയെ ഞങ്ങൾ കണ്ടു. കൂടെ പോന്നോളി എന്ന മട്ടിൽ മുന്നിലിത ഉല്ലാസയാത്ര നടത്തുന്ന ആനവണ്ടി. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ചവിട്ടി വിട്ടു ആനവണ്ടിയുടെ പിറകെ. കുറെ വഴി പിന്നിട്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് മാമലക്കണ്ടത്തേക്കാണ്. എന്നാൽ എത്തിയതോ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലും. വഴി ചെറുതായി ഒന്ന് തെറ്റിയെന്ന് മനസ്സിലായപ്പോൾ വന്നതല്ലേ കണ്ടിട്ട് പോകാമെന്ന മട്ടിൽ എല്ലാവരും വണ്ടിയിൽ നിന്നും തൂക്കുപാലത്തിനടുത്തേക്ക്. അഞ്ചു പേരും ഒന്നിച്ചാണ് തൂക്കുപാലത്തിൽ കയറിയതെങ്കിലും അതിധൈര്യശാലികളായ 2 പേർ പാലത്തിന്റെ ആട്ടം ഭയന്ന് തിരിച്ച് കരയിലേക്ക് നടന്നു. അവരെ നോക്കി കളിയാക്കി ചിരിച്ച് ഞങ്ങൾ 3 പേരും പാലത്തിലൂടെ പുഴയുടെ അക്കരയ്ക്ക് നടന്നു. കുരുത്തം കെട്ട 3-4 പിള്ളേർ പാലം കുലുക്കി നടന്നു വരുന്നുണ്ടായിരുന്നു. ചെറിയൊരു പേടിയുണ്ടായിരുന്നിട്ടും ആദ്യമായി തൂക്കുപാലത്തിൽ കയറിയ സന്തോഷത്തിൽ ഞാൻ വച്ചകാൽ പുറകോട്ടെടുത്തില്ല. മുന്നോട്ട് നോക്കിയപ്പോൾ ദേ വരുന്ന 2 വിദേശികൾ. അവരോടൊരു ഹായ് ബായ് പറഞ്ഞ് വീണ്ടും മുന്നോട്ട്. അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഈ പാലത്തിന് മുകളിൽ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത്. പാലത്തിന്റെ മുകളിൽ നിന്നും കാണുന്ന വ്യൂ നല്ല ഒന്നാന്തരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമാണ് പാലത്തിന്റെ മുകളിലുള്ള ഈ വ്യൂ. അത് നേരിൽ കണ്ട് തന്നെ അറിയണം.
2012 നിർമ്മിച്ച ഈ പാലത്തിന്റെ കൈവരികളിൽ പലതും തകർന്നു കിടക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാതൊരു ഭയം മനസ്സിൽ അരിച്ചിറങ്ങും. പുഴയുടെ മറുകരയിലെത്തിയപ്പോൾ പാലത്തിന് തൊട്ടു താഴെ ഒരു ചേട്ടൻ കട നടത്തുന്നു. കൂടെ തന്നെ കുറെ സഞ്ചാരികൾ പുഴക്കരയിൽ നിൽക്കുന്നതും കാണാനായി. പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിട്ടും പലരും കാല് കഴുകാനായി വെള്ളത്തിലിറങ്ങുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അധികൃതർ മുന്നറിയിപ്പ് ബോർഡുകൾ കൊടുത്തിരിക്കുന്നത് പരിചയമില്ലാതെ ചെന്നിറങ്ങി അപകടം ഉണ്ടാവാതെ ഇരിക്കാനാണ് എന്നോർക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ കാണുന്ന ഇരുമ്പ് കയറുകളിലാണ് ഈ കൂറ്റൻ തൂക്കുപാലത്തിന്റെ സുരക്ഷ എന്നത് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തൂക്കുപാലം ഇറങ്ങി തിരിച്ച് വണ്ടിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ കയാക്കിംഗ് വേണമെന്ന് ചോദിച്ച് 1-2 പേർ പുറകെ വരുന്നു. പുഴയിലേക്ക് നോക്കിയപ്പോൾ കുറച്ചു പേർ ചേർന്ന് കയാക്കിംഗ് നടത്തുന്നു. കുറച്ചു സമയം അതും നോക്കി നിന്ന് ഓരോ ഐസ്ക്രീമും വാങ്ങിക്കഴിച്ച് പുഴയിലെ മീനുകളെയും കണ്ട് വീണ്ടും യാത്ര. കുറേ ദൂരം ചെന്നപ്പോൾ യാത്ര കാട്ടിലൂടെയായി. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന രീതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡുകളും പുതുതായി ഉയർന്നു വന്ന പാലങ്ങളുമാണ് ഇവിടെ ഉള്ളത്. മാമലക്കണ്ടം അടിമാലി മൂന്നാർ കാട്ടുപാത ദിശാബോർഡ് കണ്ടതോടെ എല്ലാവർക്കും ആശ്വാസമായി. ഇതുതാൻ നമ്മ തേടി വന്ന റോഡ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അതിമനോഹരമായ പാറക്കെട്ടുകളും മരത്തിന്റെ മുകളിലെ ഏറുമാടവും കാണാനായി വണ്ടി നിർത്തി. ഒന്നും പറയാനില്ല, കിടിലം വ്യൂ ആണ് ഇവിടെ. പണ്ടെങ്ങോ ആരോ പണിത ഏറുമാടം ഇപ്പോഴും മരത്തിന് മുകളിലുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിക്കരുതെന്ന ബോർഡുണ്ടെങ്കിലും മുന്നേ വന്ന യാത്രക്കാരുടെ പണിയാകണം. കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ അവിടെ തന്നെ കുന്നുകൂടിയിരിക്കുന്നു.
കുറേ ദൂരം കൂടി കാടിന് നടുവിലൂടെ യാത്ര തിരിച്ചപ്പോൾ വീട്ടിലെ ഊണ് എന്ന ഫ്ലെക്സ് വെച്ച വീടിന് മുന്നിലെത്തി. അവിടെ ഒരു ചേട്ടൻ കുറച്ച് പലഹാരവും മിഠായികളും ഒക്കെയായി ഒരു കുഞ്ഞു കട നടത്തുന്നു. കടയുടെ സെറ്റപ്പ് ഒന്നുമില്ലെങ്കിലും ചെറിയൊരു കട. ഇച്ചിരി സംഭാരമാവാമെന്ന് കരുതി ഇറങ്ങിയപ്പോൾ ദേ മുന്നിൽ കൊക്കോപ്പഴം. നേരത്തെ കഴിച്ചിട്ടില്ലാത്തതിനാൽ കൊതി തോന്നി ഒന്നിങ്ങ് വാങ്ങി. മുമ്പേ പറിച്ചു വെച്ചതിനാലാണോ എന്നറിയില്ല, പ്രതീക്ഷിച്ച ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. എന്നാലും സാരമില്ല, കിടക്കട്ടെ എന്ന് കരുതി സാധനം വണ്ടിയിൽ കൊണ്ടുവച്ചു. വീണ്ടും യാത്ര തുടർന്ന് എത്തിയത് നിരവധി സിനിമകളിൽ ഇടം പിടിച്ച സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ ഒരേ ഒരു സ്കൂളിൻ്റെ മുറ്റത്തേക്കാണ്. സ്കൂളിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാ സ്കൂളെന്ന്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിന് മുന്നിലേക്കാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. മഴക്കാലത്ത് ഒന്നുകൂടി വരണമെന്ന് അപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിട്ടു. മറ്റാർക്കൊണ്ടിടാ സ്വന്തമായ വെള്ളച്ചാട്ടം എന്ന ഭാവത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു സ്കൂളും. കേരളത്തിലെ മറ്റൊരു സ്കൂളിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാമലക്കണ്ടം സർക്കാർ ഹൈസ്കൂൾ. നിരവധി സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ വെള്ളച്ചാട്ടം വറ്റിയിരുന്നു. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം ഒഴുകുന്ന പാട്. ശനിയാഴ്ച ആയതിനാൽ സ്കൂൾ അവധിയായിരുന്നു. കുറേ ചേട്ടന്മാർ ബുള്ളറ്റിലിരുന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും യാത്ര തിരിക്കാനിറങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ സുഹൃത്ത് നമ്മുടെ മുന്നിലേക്ക് വന്നത്. നമ്മളുടെ പുറകെ തന്നെ കൂടിയിരിപ്പാണ്. വിശപ്പും ദാഹവും ആ മുഖത്തു നിന്നും കാണാവുന്നതാണ്. കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കുറച്ച് അവൾക്ക് നൽകി. ചേമ്പില പൊട്ടിച്ച് വെള്ളവും ഒഴിച്ചു നൽകി. പാവത്തിൻ്റെ വിശപ്പ് അടങ്ങിയോ എന്നറിയില്ല. നന്ദിയോടെ ഞങ്ങളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു. ഞങ്ങളുടെ വണ്ടിയുടെ പേര് വായിക്കുന്നതാണോ കക്ഷി ഇനി? അവിടെ നിന്നും കിട്ടിയ ആ കൂട്ടുകാരിയോടും മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിനോടും ബൈ പറഞ്ഞ് നേരെ ആനക്കുളത്തേക്ക്.